തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ സർക്കാരിന്റെ പുതിയ അന്വേഷണം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിൽ പോലീസ് അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ ആണ് സർക്കാർ ആലോചിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറിയാണ് പുതിയ അന്വേഷണത്തിന് സൂചന നൽകിയത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഇന്നലെ ADGPയുടെ റിപ്പോർട്ട് സർക്കാർ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെയെങ്കിൽ എപ്പോൾ ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം? പ്രത്യേകിച്ച് ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്രയധികം കരുതലോടെ ആയിരിക്കില്ലേ സർക്കാർ ഇതിലൊരു നിലപാട് സ്വീകരിക്കുക? ഹാഷ്മി പ്രവിത, എന്തായാലും ഈ വിഷയത്തിൽ CPI അടക്കമുള്ള ഘടകകക്ഷിയിലെ പാർട്ടികൾ വളരെയധികം സമ്മർദ്ദം സർക്കാരിന് മേൽ ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വളരെ വേഗം തന്നെ പുതിയൊരു അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സർക്കാരിന്റെ നീക്കം. 2 അന്വേഷണ സാധ്യതകളാണ് സർക്കാരിന്റെ മുന്നിൽ നിലവിലിപ്പോൾ ഉള്ളത്. ഒന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണവും മറ്റൊന്ന് DGP തല അന്വേഷണവുമാണ്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ പൂരം കലക്കലിലെ ഗൂഢാലോചന സംബന്ധിച്ചാണ്. ഈ ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത് തിരുവമ്പാടി ദേവസ്വം ഗൂഢാലോചന നടത്തി, അതിൽ ചില രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടെന്നായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയിൽ ഇത് പാടെ തള്ളി. അതിൽ പുതിയൊരു അന്വേഷണം വേണമെന്നാണ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ ഒരു ജുഡീഷ്യൽ അന്വേഷണം, ഒരു സ്വതന്ത്ര അന്വേഷണമായിരിക്കാം സർക്കാരിന്റെ മുന്നിലുള്ള സാധ്യത. മറ്റൊന്ന് ADGPക്കെതിരെയുള്ള അന്വേഷണമാണ്. ADGP ഈ പൂരം കലക്കലിന് ഗൂഢാലോചന നടത്തി എന്ന് CPI അടക്കമുള്ള അവർ ആരോപിക്കുന്നുണ്ട്, പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ DGPയും ADGPയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സർക്കാരിന്. അതിലൊരു കുറിപ്പ് ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ DGP വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലും ഒരു അന്വേഷണത്തിന് സാധ്യതയുണ്ട്. അത് DGP തല അന്വേഷണത്തിനാകും സാധ്യത. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ADGPക്കെതിരെ മാത്രം നിലവിൽ 4 അന്വേഷണമായിരിക്കും ഉണ്ടാവുക. എന്തായാലും വൈകാതെ തന്നെ ഈ അന്വേഷണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.